WWE റോ എപ്പിസോഡ് ഇനി മുതൽ നെറ്റ്ഫ്ലിക്സിലാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റോ എപ്പിസോഡ് പോകുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ റോ എപ്പിസോഡാണ് WWE ചെയ്യാൻ പോകുന്നത്. അത് 3 മണിക്കൂർ റോ എപ്പിസോഡ്. ഇനി മുതലുള്ള എല്ലാ റോയും സ്മാക്ക് ഡൗണും ഇങ്ങനെ 3 മണിക്കൂറായിരിക്കും. അപ്പോൾ ആ ഒരു റോ എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് റോ നെറ്റ്ഫ്ലിക്സിന്റെ പ്രൊഡിക്ഷൻസ്. അപ്പോൾ പ്രൊഡിക്ഷൻസ് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് എല്ലാവർക്കും എൻ്റെയും നമ്മുടെ ചാനലിൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല, പ്രൊഡിക്ഷൻസ് ആണ്, അങ്ങനെ മാത്രം കാണുക. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലിവ് മോർഗൻ വേഴ്സസ് റിയ റിപ്ലി, ഇവർക്ക് തമ്മിൽ നടക്കുന്ന വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഇവരുടെ മാച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടു കഴിഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഇതിങ്ങനെ റിപ്പീറ്റായി വരുമ്പോൾ ഈ മാച്ച് അല്പം ബോറിംഗ് ആയി തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ സെഗ്മെന്റ്. എന്തായാലും ഈ മാച്ച് റോ നെറ്റ്ഫ്ലിക്സിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ മാച്ചിൽ എന്താണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളത്, ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് വിജയിക്കാൻ സാധ്യതയുള്ളത് റിയ റിപ്ലി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് റിയ റിപ്ലിക്ക് ഇനി ചാമ്പ്യൻഷിപ്പിനുള്ള അവസരമൊന്നും കിട്ടാൻ പോകുന്നില്ല ലിവ് മോർഗന്റെ കൂടെ. അതുപോലെ ഇവരുടെ സ്റ്റോറി ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് നാളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്ന വിധം റിയ റിപ്ലി ലിവ് മോർഗനെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകാനും ചാമ്പ്യൻഷിപ്പ് തോറ്റ ലിവ് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയുമായിട്ട് ഒരു സ്റ്റോറി ലൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഡൊമിനിക്കുമായിട്ട് പ്രശ്നം വരുന്നത് പോലെയെല്ലാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. അതായത് ലിവ് മോർഗനെ തോൽപ്പിച്ചുകൊണ്ട് റിയ റിപ്ലി ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആകുമെന്ന്. അപ്പോൾ ലിവ് മോർഗൻ റെസൽമേനിയ വരെയൊക്കെ ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോകും എന്നൊക്കെ റൂമറുണ്ട്. പക്ഷെ ഇപ്പോൾ ലിവ് മോർഗന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് അത്രയ്ക്ക് സെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ റിയ റിപ്ലി വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകും എന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ റൂമറിൽ ലിവ് മോർഗൻ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും എൻ്റെ പ്രൊഡിക്ഷൻ റിയ റിപ്ലി ആണ്. നോക്കാം ഇപ്രാവശ്യമെങ്കിലും റിയ റിപ്ലി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമോ അതോ വീണ്ടും തോറ്റുകൊണ്ട് ലിവ് മോർഗൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായി മുന്നോട്ട് പോകുമോ എന്ന്. ഈ മാച്ചിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആരാണ് വിൻ ചെയ്യുമെന്ന് തോന്നുന്നത്, അവരുടെ പേര്. അടുത്ത മാച്ചായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൂ മാക്കൻടയർ ജയ് യുസോ ഇവർക്ക് തമ്മിൽ നടക്കുന്ന മാച്ചിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു മാച്ച് വരാനുള്ള കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മാക്കൻടയർ വന്നതിന് ശേഷം സാമി സൈനെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്ത് പിന്നെ ജിമ്മി യുസോ അങ്ങനെയെല്ലാം പോയിക്കൊണ്ട് അവസാനം ജയ് യുസോനെയും വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജയ് യുസോ മാക്കൻടയറെ ചാലഞ്ച് ചെയ്യുന്നത് പോലെയും ആഡം പിയേഴ്സ് ഈ മാച്ച് കൺഫേം ചെയ്യുന്നതായിട്ടും. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജയ് യുസോനെ തോൽപ്പിച്ചുകൊണ്ട് ഡ്രൂ മാക്കൻടയർ ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ ന്യൂഡേ ടീമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ ആയിരിക്കാം. കാരണം അത്തരത്തിൽ ഒരു സ്പാർക്ക് പോലെ ഇന്നലെ റോയിൽ കാണിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ന്യൂഡേ ടീമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടായിരിക്കാം മാക്കൻടയർ വിൻ ചെയ്യാൻ പോകുന്നത്. അഥവാ ന്യൂഡേ ടീം വന്നിട്ടില്ല എങ്കിലും ഡ്രൂ മാക്കൻടയർ ആണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കൻടയർ. ജയ് യുസോ ഈ മാച്ച് ജയിക്കാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ് ഡ്രൂ മാക്കൻടയർ വിൻ ചെയ്യും എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഡ്രൂ മാക്കൻടയർ ജയ് യുസോനെയും തോൽപ്പിച്ച് പിന്നീട് റോമൻ റെയിൻസിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെയൊക്കെ ആയിരിക്കും കാണിക്കുക ഈ ഒരു സ്റ്റോറിയുടെ അവസാനം. അതുകൊണ്ട് ഈ മാച്ചിൽ ഡ്രൂ മാക്കൻടയർ. ഇനി ജിമ്മി യുസോ വന്നുകൊണ്ട് ജയ് യുസോനെ വിജയിപ്പിക്കുമോ എന്നറിയില്ല. എൻ്റെ പ്രൊഡിക്ഷൻ ഡ്രൂ മാക്കൻടയർ ആണ്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തത് റെയ് മിസ്റ്റീരിയോ ന്യൂഡേ ഇവർക്ക് നടക്കാൻ പോകുന്ന ടാഗ് ടീം മാച്ചിനെ പറ്റി പറയാം. അപ്പോൾ ഈ മാച്ചിനെ പറ്റി പറയുമ്പോൾ റെയ് മിസ്റ്റീരിയോ ടീം ന്യൂഡേ ടീമുമായി മത്സരിക്കുന്ന സമയത്ത് ന്യൂഡേ ടീം ഇപ്പോൾ ഹീൽ ടേൺ ചെയ്ത് ഭയങ്കരമായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ന്യൂഡേ ടീമായിരിക്കും ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ മാച്ച് വിൻ ചെയ്തതിന് ശേഷവും ന്യൂഡേ ടീം റെയ് മിസ്റ്റീരിയോ ടീമിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പെൻറ്റഗൺ ജൂനിയർ അവിടെ റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. റിട്ടേൺ ചെയ്ത് ടീം റെയ് മിസ്റ്റീരിയോനെ സേവ് ചെയ്തുകൊണ്ട് ന്യൂഡേ ടീമിനെ അറ്റാക്ക് ചെയ്തേക്കാം പെൻറ്റഗൺ ജൂനിയർ. അപ്പോൾ പെൻറ്റഗൺ ജൂനിയറിൻ്റെ റിട്ടേണിന് വേണ്ടിയിട്ടാണ് ഈ മാച്ച് വെച്ചിട്ടുള്ളത്. ഇനി പെൻറ്റഗൺ ജൂനിയർ പാർട്ട്ണർ ആകും എന്ന ലെവലിലും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് പെൻറ്റഗൺ ജൂനിയർ വന്ന് റെയ് മിസ്റ്റീരിയോനെ സേവ് ചെയ്യും എന്നാണ്. അതായത് പാർട്ട്ണറാക്കി വെച്ചാൽ ന്യൂഡേ ടീമിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. പെൻറ്റഗൺ ജൂനിയർ WWE വന്ന ഫസ്റ്റ് മാച്ചിലും തോൽപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പെൻറ്റഗൺ ജൂനിയർ റെയ് മിസ്റ്റീരിയോനെ സേവ് ചെയ്യാനായിരിക്കും വരിക. നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്ന മാച്ച് റോമൻ റെയിൻസ് സോളോ സിക്കാവ ഇവർക്ക് നടക്കുന്ന ട്രൈബൽ കോമ്പാക്റ്റ് മാച്ചാണ്. അതായത് ഈ മാച്ചിൽ ജയിക്കുന്നവർ യഥാർത്ഥ ട്രൈബൽ ചീഫായി മാറും. അതായത് പുല ഫഴമലയെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു മാച്ചിൻ്റെ റൂൾസ്. ഈ മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത്, ആരാണ് യഥാർത്ഥ ട്രൈബൽ ചീഫായി മാറുക, റോമൻ റെയിൻസ് ഈ മാച്ചിൽ തോൽക്കാൻ ചാൻസ് ഉണ്ടോ, റോക്ക് റിട്ടേൺ ചെയ്യുമോ, ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ട് നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മാച്ച് തന്നെയാണ്. ഈ ഒരു മാച്ചിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്ന് വെച്ചാൽ
ഈ മാച്ചിൽ പകുതി മുക്കാലും റോമൻ റെയിൻസ് തോൽക്കാൻ പോകുന്നത് പോലെയോ അല്ലെങ്കിൽ റോമൻ റെയിൻസ് വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ട്, അതായത് ജേക്കബ് ഫാട്ടു എല്ലാം വന്നുകൊണ്ട് റോമൻ റെയിൻസ് വളരെയധികം കഷ്ടപ്പെടുന്നത് പോലെയൊക്കെ കാണിച്ചേക്കാം. പക്ഷെ ഈ മാച്ച് എങ്ങനെയൊക്കെ മുന്നോട്ട് പോയാലും ഈ മാച്ചിന്റെ അവസാനത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ഈ മാച്ചിൽ റോമൻ റെയിൻസ് ആണ് വിൻ ചെയ്ത് ഒറിജിനൽ ട്രൈബൽ ചീഫായി മാറാൻ പോകുന്നത്. അതായത് റോമൻ റെയിൻസ് ആണ് ഈ മാച്ചിൽ വിൻ ചെയ്യുമെന്ന് എൻ്റെ പ്രൊഡിക്ഷൻ മാത്രമല്ല, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കാര്യവും ഞാൻ പറയാം. അതായത് മാച്ച് വിൻ ചെയ്തതിന് ശേഷം റോക്ക് അവിടെ റിട്ടേൺ ചെയ്യാനും റോക്ക് റിട്ടേൺ ചെയ്ത് റോമൻ റെയിൻസ് ആണ് യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്ന് മൈക്കിൽ പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ റോമൻ റെയിൻസിൻ്റെ കൈ പിടിച്ച് ഫാൻസിന് മുന്നിൽ ഉയർത്തിക്കൊണ്ട് ഇതാണ് നിങ്ങളുടെ ട്രൈബൽ ചീഫ് എന്നൊക്കെ കാണിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്ത് റോക്ക് ബോട്ടം ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്യാനും ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതായിരിക്കും റോ നെറ്റ്ഫ്ലിക്സിൽ നടക്കാൻ പോകുന്നത്. ഇത് നടക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം വലിയൊരു ഡീലിലാണ് റോ നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിട്ടുള്ളതും ഇത്തരത്തിൽ വലിയൊരു ഷോ നടക്കാൻ പോകുന്നതും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ റോക്ക് അവിടെ റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാച്ചിന്റെ പകുതിയിൽ റോക്ക് വരാനൊന്നും ചാൻസ് ഇല്ല. കാരണം റോക്ക് വന്നു കഴിഞ്ഞാൽ റോമൻ തോൽക്കുന്നത് പോലെ കാണിക്കേണ്ടി വരും. റോമൻ തോറ്റ പിന്നെ റോക്കുമായിട്ടുള്ള സ്റ്റോറിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒട്ടും ഇൻട്രസ്റ്റ് ആകില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. റോമൻ റെയിൻസ് വിൻ ചെയ്ത് ട്രൈബൽ ചീഫ് ആകും, ശേഷം റോക്ക് അറ്റാക്ക് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കൺഫേം ആയിട്ട് നടക്കും എന്നല്ല, അതിനുശേഷം റോ നെറ്റ്ഫ്ലിക്സിൽ നടക്കാൻ പോകുന്ന മെയിൻ ഇവന്റ് മാച്ച്, ഈ മാച്ച് നടക്കാൻ പോകുന്നത് CM പങ്ക് സെത്ത് റോലൻസ് ഇവർക്ക് തമ്മിലാണ്. അപ്പോൾ ഇവരുടെ സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്തത് CM പങ്ക് WWE റിട്ടേൺ ചെയ്തപ്പോഴാണ്, അതായത് സർവൈവർ സീരീസിൽ. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റെസൽമേനിയ മാച്ച് എല്ലാം ക്യാൻസലായി പോയ കാര്യത്തെപ്പറ്റി. പിന്നീട് നമ്മൾ ഈ വർഷം റെസൽമേനിയയിൽ ഇവർക്ക് മാച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ റോ നെറ്റ്ഫ്ലിക്സിലാണ് ഈ മാച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ? ഈ മാച്ചിൻ്റെ സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മെക്കൻടയർ CM പങ്ക് ഇവർക്ക് മാച്ച് മുന്നോട്ട് പോയതുപോലെ മുന്നോട്ട് പോകുമ്പോൾ, അങ്ങനെയെല്ലാം ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പ്രൊഡിക്ഷൻ CM പങ്കാണ് സെത്ത് റോലൻസിനെ ഈ മാച്ചിൽ തോൽപ്പിക്കാൻ പോകുന്നത്. CM പങ്ക് സെത്ത് റോലൻസിനെ തോൽപ്പിച്ചതിന് ശേഷം സെത്ത് റോലൻസ് വീണ്ടും CM പങ്കുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ഇവർക്ക് മാച്ച് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതായത് ഈ ഒരു മാച്ചോട് കൂടിയിട്ട് ഈ പ്ലാൻ അവസാനിപ്പിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതുപോലെ ഈ മാച്ചിൽ ജയിക്കാൻ പോകുന്നതും CM പങ്കാണ്. അപ്പോൾ ഇതാണ് ഈ മാച്ചിൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ജോൺ സീന റിട്ടേൺ ചെയ്ത് ജോൺ സീനയുടെ സെഗ്മെൻറ്റ് റോ നെറ്റ്ഫ്ലിക്സിൽ നടക്കും. അപ്പോൾ ജോൺ സീന വന്നതിന് ശേഷം പറയാൻ ചാൻസ് ഉള്ളത് മെൻസ് റോയൽ റംബിൾ മാച്ചിനെ പറ്റിയും സീന അതിൽ മത്സരിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ ആയിരിക്കും. അതുപോലെ ഈ സെഗ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും റെസ്ലേഴ്സ് വന്ന് സീനയുമായി പ്രശ്നമുണ്ടാക്കാനും ശേഷം സീന അവരെ AA ചെയ്യുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഈ സെഗ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ബെക്കി ലഞ്ചിന്റെ റിട്ടേണും റോ നെറ്റ്ഫ്ലിക്സിൽ കാണാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു വലിയ റൂമറുണ്ട്, അത് ഞാൻ പറയണ്ട എന്ന് വിചാരിച്ചതാണ്, എന്നാലും പറയാം. അതായത് റോ നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ബ്രോക്ക് ലെസ്നറെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ബ്രോക്ക് ലെസ്നർ ഇനി ഒരിക്കലും WWE വരില്ല എന്ന ലെവലിലാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രോക്ക് ലെസ്നറെ നമുക്ക് ഇനി കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഉറപ്പില്ലാത്ത കാര്യമാണ്. എന്തായാലും നോക്കാം, റോ നെറ്റ്ഫ്ലിക്സിലെങ്ങാനും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വരുമോ എന്ന്. അത്തരത്തിൽ റൂമറൊക്കെയുണ്ട്. അപ്പോൾ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാതെ വിടുന്നത്. ഇതൊക്കെയാണ് റോ നെറ്റ്ഫ്ലിക്സിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രൊഡിക്ഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് പേരൊന്നും ആവശ്യപ്പെട്ടില്ല, 1-2 പേരൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.